ഹായ് ഫ്രണ്ട്സ്, മുരിങ്ങക്കായ അച്ചാർ. ഇത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ സക്സസ് ആയി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. മുരിങ്ങക്കായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ മുരിങ്ങക്കായ അതിലോട്ടിട്ട് വേവിച്ചെടുക്കുക. വെന്ത ശേഷം വെള്ളമൂറ്റി മുരിങ്ങക്കായ മാറ്റിവെക്കുക. ഈ വെള്ളം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. വലിയ മുരിങ്ങക്കായ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഭാഗം മാത്രം എടുത്ത് നമുക്ക് അച്ചാറിടാനും പറ്റും. അതിനുശേഷം ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് മുരിങ്ങക്കായ അതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം പാനിൽ എണ്ണയൊഴിച്ച് 1 ടീസ്പൂൺ കടുക്, ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞിരിക്കുന്നതും 10 അല്ലി വെളുത്തുള്ളി നടുവേ കീറിയതും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി എന്നിവ ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂൺ ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം. കുറച്ചു നേരം നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ വേണം ചെയ്യാൻ. ഇനി ഞാനിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങക്കായ അച്ചാർ. ഇതിലോട്ട് ഇനി വിനാഗിരി പോരാ എങ്കിൽ അതൊഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി മുരിങ്ങക്കായ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചൂടാറിയ ശേഷം ചില്ല് ബോട്ടിലോ ഭരണിയിലോ ആക്കി മാറ്റി വെക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്